നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഒരു വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസംബർ മാസത്തിലെ ഒരു മന്ത്ലി ക്യാൻഡലിൻ്റെ ഫോർമേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ ക്ലോസിംഗ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഒരു 3-4 മാസം കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതിന് ക്ലിയർ ആയിട്ടൊരു ബ്രേക്ക് ഔട്ടാണ് തരുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് ലോങ് ഫ്രെയിമിൽ. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. 20,300 എന്ന ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനി റീടെസ്റ്റിന് വരുവാണെങ്കിലും ആ ഒരു റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് വല്ല റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാലും ആ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രെങ്ത് കണ്ടിട്ട് നല്ല സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ട്. നമുക്കിനി വീക്കിലിട്ട് പോയി നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ക്ലോസിംഗ് തന്നിരിക്കുന്നത് 21,456 എന്ന പ്രൈസിലാണ് നമുക്ക് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്കിലിയിലാണെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കഴിഞ്ഞ വീക്കിലും അതിമനോഹരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത്. അപ്പം ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ചെറിയൊരു കറക്ഷനോ 1-2 വീക്കിൽ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായി ചിലപ്പോൾ മുകളിലേക്ക് പോകും. എങ്കിലും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അപ്സൈഡ് ഡയറക്ഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കയറിപ്പോയൊരു ഗ്യാപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നേക്കാം മാർക്കറ്റ്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു റീജിയനിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടേ ഇല്ല. ഒരുപക്ഷെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കാം, ഇവിടെ റീടെസ്റ്റിന് വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പയർ ആയിരിക്കണം. മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒക്കെ ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 21,100 എന്ന റീജിയനാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ. നമുക്ക് ഈ ഒരു റീജിയനിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്നത്. ഓക്കെ, അപ്പം ആ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീജിയൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം ബ്രേക്ക് ഔട്ട് തന്നത് തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരുപക്ഷെ ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. 21,100 21,000 എന്ന റീജിയൻ. അപ്പോൾ ആ ഒരു റീജിയന് താഴെ ക്ലോസ് ചെയ്യുന്ന വരെ മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് താഴോട്ട് വരുമ്പം ഈ ഒരു റീജിയൻ, പിന്നെ വരുന്ന ഒരു സപ്പോർട്ട് റീജിയൻ ആണ് 20,800 എന്ന റീജിയൻ, ഈ ഒരു റീജിയൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. അപ്പം തിരിച്ചു വരുവാണെങ്കിലും മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായാലും ഈ ഒരു സോണിലൊക്കെ വന്ന് വീണ്ടും ബൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ താഴത്തെ ട്രെൻഡ് ലൈനും ആ ഒരു റീജിയനിലേക്ക് വരുമ്പോഴത്തേനും അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം ക്ലിയർ ആയിട്ട് ഏറ്റവും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ മാർക്കറ്റ് വ്യൂ. തീർച്ചയായിട്ടും ഇത് എൻ്റെ അനാലിസിസ് ആണ്. ഞാനൊരു സിവിൽ രജിസ്ട്രേഷൻ അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.